അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ മന്തിയാണ് തയ്യാറാക്കുന്നത്. അധികം മസാലകളൊന്നുമില്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിക്കനാണ്. അത് ഞാൻ 10 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വേണമെങ്കിൽ നമുക്ക് തൊലിയോട് കൂടിയിട്ടും എടുക്കാം. ഇനി ഇതൊരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതുപോലൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ മസാലയ്ക്ക് ഇതിലേക്കൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. നമ്മളത് വലിയ പീസായിട്ടല്ല കട്ട് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ മസാലയ്ക്ക് ഇതിലേക്ക് പിടിച്ച് വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ മസാലയ്ക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നോളും. എല്ലാ പീസിലും ഇതുപോലൊന്ന് കുത്തി കൊടുത്ത ശേഷത്തിന് നമ്മൾ മന്തി തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 1.25 കിലോ ചിക്കനും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 3 കപ്പ് റൈസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെന്ത് വന്ന ശേഷം മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും 1 ടീസ്പൂണും, പിന്നെ ഏലക്കായ ഒരു 10 എണ്ണം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഗ്രാമ്പും, ഒരു 3-4 കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് 3 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ 3 ക്യൂബ്സ്. ഈ ക്യൂബ്സ് കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ മന്തിക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. കൂടി പോകരുത് കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിന് നമുക്ക് ഈ 3 ക്യൂബ്സ് നല്ല പാകമാണ്. ഇനി ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 125 ml കേട്ടോ. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇത്രയും മസാല മതി നമുക്ക് മന്തി തയ്യാറാക്കാൻ. ചിക്കൻ സ്റ്റോക്ക് മാത്രമേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇല്ലാത്ത ഒന്നായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ മസാലയും നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്നതാണ്. മന്തി ഉണ്ടാക്കാനും എളുപ്പമാട്ടോ. ബിരിയാണി ഒന്നും ചെയ്യുന്ന പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് ഈ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു തക്കോലം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ ചേർക്കാഞ്ഞത് നമ്മളിത് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകും. അപ്പോൾ തക്കോലം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ശേഷം ഇതിനെ നമുക്ക് വേവിക്കാൻ വെക്കാം. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലിപ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലെ ആയിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്ത ശേഷം ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണം. ഇതിന് ഒരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി പോവരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണം. ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ചേർക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ, ഉണക്ക നാരങ്ങ, നമ്മൾ കപ്സ റൈസിലൊക്കെ ചേർക്കുന്ന ആ നാരങ്ങ. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മന്തി തയ്യാറാക്കാൻ വേണ്ടത് നല്ല നീളമുള്ള ബസ്മതി റൈസാണ്. റൈസ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരിട്ട ഉടനെ തന്നെ വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം റൈസ് വെന്തിട്ടുണ്ടോയെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് പെട്ടെന്ന് അങ്ങ് വേവേറിപ്പോവും. ഇപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോകരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിട്ട് കിടക്കണം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ കുറച്ച് ഓയിലുണ്ട്. നമ്മൾ ചേർത്തത് മാത്രമല്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഓയിലും കൂടി ഉണ്ട്. മന്തി കുറച്ച് ഓയിലി ആയിട്ട് തന്നെ ഉണ്ടാവാറുള്ളത്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഓയിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് റൈസ് ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസിലേക്കും ചിക്കൻ്റെ മസാലയിലേക്കും ഒരു ടേസ്റ്റ് പിടിച്ച് വരികയും ചെയ്തോളും. പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്തോളും റൈസിന്. വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇപ്പോൾ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൈസൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അമർത്തി വെക്കണ്ട കേട്ടോ, ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. ഇനി റൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക് വേണം. അത് കീറിയിട്ടൊന്നുമില്ല കേട്ടോ, ഇതുപോലെ തന്നെ ഈ റൈസിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മുളക് വാടി വരുമ്പോൾ ഉണ്ടാകുന്ന മണമൊക്കെ റൈസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളും. പിന്നെ കഴിക്കുമ്പോൾ എരിവ് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഈ മുളക് കടിക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. ഇതിലിനി ചെറിയൊരു കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം, ചെറുതായിട്ടൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി. ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് കനലാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പുകഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേഗം മൂടി വെച്ച് കൊടുക്കാം, ഈ പുകയൊന്നും പുറത്ത് പോകരുത്. വേണമെങ്കിൽ നമുക്ക് ആദ്യം ഫോയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ മൂടി വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ല, ആവി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അടി പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അടിയിലൊരു പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്ത ശേഷം അതിൽ ഈ പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റൊക്കെ ആയാൽ തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് കഴിക്കാനാകുമ്പോൾ മൂടി തുറന്നാൽ മതി. ഇനി ഈ മന്തി ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ മന്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടാറില്ലേ നല്ലൊരു ടൊമാറ്റോ ചട്നി, അത് തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും വിനാഗിരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കാളി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി. കൂടുതൽ അരിഞ്ഞു പോകരുത്, ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് മന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ. മന്തിൻ്റെ എന്നല്ല എന്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. കൂടുതൽ അരഞ്ഞു പോകരുത്. വെളുത്തുള്ളി മാത്രമേ നന്നായിട്ട് അരയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെളുത്തുള്ളി അരച്ചെടുത്തുള്ളത്. ഇപ്പോൾ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നോക്കാം. റൈസ് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ പാത്രം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വലിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ റൈസൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് നീക്കി വെച്ചതാണ്. അപ്പോൾ പാത്രത്തിൽ സ്ഥലമില്ലെങ്കിൽ മുകളിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ നമ്മൾ ഇതിൽ ചേർത്തുള്ള ഈ ഓയിലാണ്. ഈ റൈസ് ഓയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. ചിക്കനൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. റൈസ് വിളമ്പിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ മന്തി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.